എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു നെക്കിന്റെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇതേപോലെ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഏകദേശം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നെക്കാണ് കേട്ടോ. ഇത് നല്ല വശമാണ്. ഇത് നമ്മുടെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന വശവും. ഇനി ഞാനൊരു പേപ്പർ ക്യാൻവാസ് ആണ് എടുത്തിരിക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ലാത്ത കൂട്ടുകാർക്ക് നെക്കിലൊക്കെ നമ്മൾ ഒന്ന് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്ന ഒരു ഷീറ്റാണ്. പേപ്പർ ക്യാൻവാസ് എന്നാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ ഒരു വശത്ത് പശയുണ്ട്, ഒരു വശത്ത് പശയില്ല. നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മെറ്റീരിയലിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈനിങ്ങിലൊക്കെ വെച്ച് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഒട്ടിയിരിക്കും കേട്ടോ. അതിന് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഷീറ്റാണിത്. അപ്പം ഞാനിതുണ്ട്, ഇതിനെ രണ്ടായിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുവാണ്. ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം, നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നമ്മൾക്ക് മാർക്കിംഗ് ഒന്നും തെറ്റിപ്പോകാൻ ഉള്ള സാഹചര്യം ഉണ്ടാവുകയല്ല ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചാൽ. അപ്പം എല്ലാവരും ഒന്ന് പിൻ ചെയ്തൊക്കെ വെച്ച് മാർക്ക് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ കഴുത്തിൻ്റെ അകലം 3 ഇഞ്ചാണ് എടുക്കുന്നത്. ഹോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഇറക്കം 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. താഴ്ഭാഗത്തും നമ്മൾ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഈ മാർക്കിങ്ങുകളെല്ലാം നമുക്ക് ഓരോ ലൈനാക്കി മാറ്റാം. മുകളിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുത്തു. ഇനി നമ്മൾ നെക്കിൻ്റെ ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. നമ്മൾ താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം 1/2 ഇഞ്ച് ടച്ച് ചെയ്ത് നമുക്ക് ഇതേപോലെ ഒരു കർവ് വരച്ചു കൊടുക്കണം. ഈ ഒരു ഭാഗം നമുക്കൊരു ചെറിയ ഒരു കർവായിട്ടൊന്ന് വരച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ 1 ഇഞ്ച് വീതിയിൽ എല്ലാ സൈഡിലും ഒന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ വരച്ചെടുക്കും. ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഡ്രസ്സ് തിരിച്ചിട്ട് നോക്കിയാൽ നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ. ഞാൻ വരച്ച് കാണിക്കാം നമുക്ക് എങ്ങനെയാണ് ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ കിട്ടുന്നതെന്ന്. അപ്പോൾ ഇതേപോലെയൊക്കെ കൂട്ടുകാർ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് ഈ ഭാഗം കട്ട് ചെയ്ത് കളയാത്ത രീതിയിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മുടെ നെക്കിൻ്റെ അകലം കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിങ്ങിനാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യാതെ നമുക്ക് താഴേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാർക്കിങ്ങിലൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഞാൻ ഒരു തുണിയിലാണ് ഇട്ട് കാണിക്കുന്നത്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ വൈറ്റ് ആയതുകൊണ്ട് ടേബിളിന്റെ കളറും വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുകയില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ തൊട്ട് ഇതുണ്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടൊരു ഗുണമുണ്ട് കേട്ടോ. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ കൂടി എവിടെ വേണേലും അടിച്ചോ, കുഴപ്പമില്ല. താഴേക്ക് വരുന്ന ഭാഗത്ത് നമുക്ക് ആ ഒരു സൈഡിലൂടെ മാത്രം ഇതുണ്ട്, ഞാൻ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ സൈഡിൽ അതിലൂടെ ഓരത്തൂടെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ക്യാൻവാസിലുള്ള സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞത്. അപ്പം ഇങ്ങനെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഗുണം, നമ്മൾ എത്ര വാഷ് ചെയ്താലും ഇത് തുണിയിൽ നിന്ന് വിട്ടു പോകുമല്ലോ കേട്ടോ. അതിനെല്ലാം ഫിറ്റ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പശയുള്ള ഭാഗം തുണിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് അയൺ ചെയ്തെടുത്താലും മതി, അതിനൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് പിന്നെ വാഷ് ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഒരു 4 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ള തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഞാൻ വരച്ച് കാണിക്കാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതുണ്ടോ, അറിയാവുന്നവർക്കൊക്കെ അറിയായിരിക്കും, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, നമ്മൾ 4 ഇഞ്ച് വീതിയിൽ ഈ ഒരു തുണിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നതിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതേപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഈ മാർക്കിങ്ങിലൂടെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പൊ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പിന്നെ മറന്നു പോയിട്ടുണ്ട്, ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണേ. അപ്പൊ ഇതുകൊണ്ട് ഇതേപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്യാൻവാസിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഇതിന്റെ ഈ സൈഡിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ 2 വശത്ത് സ്റ്റിച്ച് ആകുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ക്യാൻവാസ് എത്ര വാഷ് ചെയ്താലും തുണിയിൽ നിന്ന് വിട്ടുപോകില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡിലും 2 സൈഡിലും, ഈ ഒരു സൈഡിലും മറു സൈഡിലും സ്റ്റിച്ചിങ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ മറുഭാഗം നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് തുണി മടക്കി ക്യാൻവാസിലേക്ക് വെച്ചിട്ട് ഒരേ വീതിയിൽ വളഞ്ഞൊന്ന് പോകാണ്ട് കൃത്യമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറിയ ഒരു സ്റ്റിച്ചിങ് ഉള്ളേ പോലും നമ്മൾ നല്ല നീറ്റായിട്ട്
സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ബാക്കി ഇതുകൊണ്ട് ഈ നൂലുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ചെയ്യുന്ന ഭാഗം നമ്മൾ അത്രമാത്രം നീറ്റായിട്ട് ചെയ്തെടുക്കണേ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് തിരിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനെ ഹോൾഡ് ചെയ്തിട്ടൊന്ന് സെന്റർ കട്ട് ചെയ്യാം. സെന്റർ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അതേപോലെ നമ്മുടെ മെയിൻ തുണിയുടെ സെന്റർ കട്ട് ചെയ്തെടുക്കാം. ഇതിന്റെ തന്നെ ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനൊരു കസ്റ്റമർക്ക് ചെയ്തു കൊടുത്താണ്, അവർക്ക് വളരെ പെർഫെക്റ്റ് ആയിരുന്നത്. അപ്പം അത് കുറെ ആൾക്കാർ ഷോർട്സ് കണ്ടിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാമെന്ന് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പൊ നമ്മുടെ സെന്റർ ക്യാൻവാസിന്റെയും നമ്മുടെ മെയിൻ തുണിയുടെയും കട്ടിങ് സെന്റർ കണ്ട ഭാഗം ഒരേപോലെ ചേർത്ത് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തു. ഈ രണ്ട് സൈഡും തുല്യ രീതിയിൽ വരണം കേട്ടോ. ഒരു സൈഡ് കൂടി ഒരു സൈഡ് കുറഞ്ഞു ഇരിക്കരുത്. അങ്ങനെ ഇരുന്നാല് നമ്മളുടെ നെക്കിന്റെ ഒരു സൈഡില് നല്ല വീതി, ഒരു സൈഡിൽ വീതി കുറഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന വൃത്തികേടായിരിക്കും. അപ്പൊ രണ്ട് സൈഡും അളന്ന് നോക്കി കറക്റ്റ് ആണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ക്യാൻവാസിന്റെ ഓരത്തോടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ക്യാൻവാസിൽ കയറുകയും ചെയ്യരുത്. തുണിയിൽ നിന്ന് നമ്മുടെ ലൈനിങ് വെച്ചിരിക്കുന്ന തുണിയില്ലേ നമ്മുടെ നെക്കിന്റെ, ആ തുണിയിൽ നിന്ന് ഒത്തിരി അകന്നും പോകരുത്. ക്യാൻവാസെ കയറാതെ ക്യാൻവാസിന്റെ ഓരത്തു കൂടെ നല്ല വൃത്തിയായിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം. അതുകൊണ്ട് ഈ ഒരു കോർണർ വരുമ്പോൾ സൂചി കുത്തി നിർത്തുക, പ്രഷർ ഫുട്ട് പൊക്കി വെച്ചിട്ട് നമ്മൾ തുണി ഒന്ന് തിരിച്ചു വെച്ചിട്ടാണ് മറുഭാഗത്തേക്ക് തയ്ച്ചു പോകേണ്ടത്. ഇതുണ്ടാ ഈ ഒരു കോണി വരുമ്പോഴും നമ്മൾ സെയിം ആയിട്ട് ചെയ്യേണ്ടത്. സൂചി കുത്തി നിർത്തുക, പ്രഷർ ഫുട്ട് പതിയെ പൊക്കിയിട്ട് തുണി തിരിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഷേപ്പിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ മറുഭാഗത്തെ ആ ഒരു കോർണർ വരുന്നിടത്തും സെയിം ആയിട്ട് സൂചി കുത്തി നിർത്തി പ്രഷർ ഫുട്ട് ഉയർത്തി വെച്ചിട്ട് തുണി മെല്ലെ തിരിച്ച് വെച്ചിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു നെക്കിന്റെ സ്റ്റിച്ചിങ് വരുന്നത്. അതിനുശേഷം ബാക്കിയുള്ള നൂലുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റി പിന്നൊക്കെ നമ്മൾ ഊരി മാറ്റി വെച്ചു. ഈ 4 ഇഞ്ച് വീതിയിൽ നമ്മൾ നമ്മുടെ ലൈനിങ്ങിന്റെ തുണി നിർത്തിയിട്ട് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ക്യാൻവാസിനോട് ചേർത്തല്ല കട്ട് ചെയ്യേണ്ടത്. ഞാൻ ഈ ഒരു മാർക്കിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അതിലെയാണ് ഇന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. മാർക്കിങ്ങിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുള്ള നെക്ക്. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാലോ. അതിനുശേഷം നമുക്ക് അതിന്റെ കോർണറിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നമ്മൾ തിരിച്ചിടുമ്പോൾ ഒട്ടും ചുളിവില്ലാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ഒരു കർവ് പോലെ നിൽക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. കോർണർ കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അഥവാ കട്ട് ചെയ്യുന്ന സമയത്ത് നൂല് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിന്റെ പുറമെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ നെക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ടെടുക്കാം. നമ്മൾ ഒരു സ്റ്റിച്ചിന് പകരം നമ്മൾ ഇതിനെ പുറങ്ങാണി അടിക്കുന്നില്ല. അപ്പോൾ ഒരു സ്റ്റിച്ചിന് പകരം നമ്മൾ ഉള്ളിലടിക്കുന്ന 2 സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നല്ല വിട്ടൊന്നും പോകത്തൊന്നുമില്ല. അപ്പൊ ഇതേപോലെ നമ്മൾ തിരിച്ചിട്ടിട്ട് ഒന്ന് ഹെമ്മിങ് ഒക്കെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഭംഗിയുള്ള ഒരു നെക്കാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ നെക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് എന്ത് വൃത്തിയായിട്ടാണ് നോക്കി. ഇതേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പ് പറയുമ്പോഴും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്കിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് മീറ്റിംഗ് കാണാം. താങ്ക്